2023 മോഡലാണ്. എൻലൈൻ സിംഗിൾ ഓണർ. ഓക്കെ. 4900 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ആകെ 4900, വെറും 4900 ഓടിയിട്ടുള്ളൂ. 5000 കിലോമീറ്ററിൻ്റെ അടുത്ത്. 26 എത്രാം മാസം വരെ? 12ാം മാസം വരെ. ലാസ്റ്റ് 26 12ാം മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. 800 cc ആണ് വരുന്നത്. ഓക്കെ. മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജും കിട്ടും. അപ്പോൾ നല്ലൊരു അടിപൊളി വണ്ടി. 52000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഫുൾ സർവീസ് ഷോറൂം സർവീസാണ്. ഞാനിപ്പോൾ സർവീസ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇനിയൊരു 10,000 കിലോമീറ്റർ ഓടിയിട്ട് സർവീസ് ചെയ്താൽ മതി. ഓൾമോസ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്തതാണ്. GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓക്കെ. എന്താ പറയുക, മൈലേജ് ഉണ്ടാവും, ഓടിക്കാനും സുഖമായിരിക്കും അല്ലേ? എല്ലാം കൊണ്ടും ഒരു 17 പാണ്ടിട്ട് എന്തായാലും കിട്ടുമല്ലോ മൈലേജ്. കിട്ടും. 16 പാണ്ട് അല്ലേ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കോഴിക്കോട് മാങ്കാവ് വെച്ചിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് SS ഡ്രൈവിലാണ്. നമ്മൾ കുറച്ച് ഇവിടെ നിന്ന് ചെയ്തിട്ട്, കാരണം പറഞ്ഞുതരാം. സ്വാഗതം ചെയ്യാം സയ്യിദ് ഭായിനെ. സ്വാഗതം സയ്യിദ. എന്താ, നമ്മൾ കഴിഞ്ഞ 2-3 പ്രാവശ്യങ്ങൾ വിളിച്ചു, വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പിന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകും. അങ്ങനെയല്ല, ഞാൻ 1-2 പ്രാവശ്യം നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പുതിയ പർച്ചേസ് ചെയ്ത് പിന്നെ നിങ്ങളെ വിളിക്കലും സെയിൽ ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുക സെയിൽ ചെയ്യുക അങ്ങനെ ഒന്നല്ല. പക്ഷെ വീഡിയോ ചെയ്യാനുള്ള സ്റ്റോക്കിലേക്ക് എത്തില്ല. അപ്പത്തിന് പിന്നെ സെയിൽ ആകുമ്പോൾ പിന്നെ ഹോൾഡ് ആവണാണ്. അങ്ങനെ പോയി തൽക്കാലം വേഗം മാക്സിമം ചെയ്ത് വീഡിയോ എടുത്തതാണ്. ഓക്കെ. എന്തായാലും അങ്ങനെ വിറ്റ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വിലപ്പാകം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് മാക്സിമം കഴിയുന്നത് ഞാൻ കൊടുക്കും. റേറ്റ് ഇതിൽ ഇടണ നോക്കണ്ട. നമുക്കൊരു കസ്റ്റമർ വരുമ്പോൾ അവരെ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ. അപ്പം മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം റേറ്റ് ഞാൻ കൊടുക്കും. എന്തായാലും അങ്ങനെ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം അല്ലേ? ഓക്കെ. നല്ല അടിപൊളി വണ്ടികൾ തന്നെയാണ്. എല്ലാ മോഡലും കൂടി തന്നെയാണ് അല്ലേ? എല്ലാ മോഡലും. ഓക്കെ. ഇന്ന് കുറെ കിയ കാണുന്നുണ്ട് ഇവിടെ. മാങ്കാവ് ഭാഗം എന്ന് വെച്ചാൽ കിയൊക്കെ ഫേമസ് ആണ്. കിട്ടുമ്പോൾ ഏതാണ് വണ്ടി അപ്പോൾ എടുക്കും, പർച്ചേസ് ചെയ്യും, അതെടുക്കും. ഓക്കെ. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ മാങ്കാവ്, തിരുവണ്ണൂർ, ഗ്രാൻഡ് ബേക്കേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. SS ഡ്രൈവ് എന്നാണ് ഷോറൂമിൻ്റെ പേര്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എല്ലാ സെഗ്മെൻറ്റും നമ്മളിന്ന് കാണിച്ചു തരാം അല്ലേ? തീർച്ചയായും. ഓക്കെ. എന്തായാലും ബാക്കി വിശേഷങ്ങൾ അറിയാൻ വീഡിയോയിലോട്ട് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്രെറ്റയിൽ തുടങ്ങാം. ബ്ലാക്ക് നൈറ്റ് എഡിഷൻ ക്രെറ്റയാണ്. KL 39 അല്ലേ രജിസ്ട്രേഷൻ? എങ്ങനെ ഡീറ്റെയിൽ ഇത് 2022 മോഡലാണ്. സിംഗിൾ ഓണർ. ഓക്കെ. 42,000 കിലോമീറ്റർ ഓട്ടം. പിന്നെ നിലവിലിപ്പോൾ ഞാൻ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് വെച്ചതാണ്. ശരി. ആക്ച്വലി 2027 വരെ വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. അണ്ടർ വാറണ്ടിയിലാണ് 27 വരെ അല്ലേ? അപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഹോണ്ടയിൽ തന്നെ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് വാറണ്ടി. പിന്നെ ഇൻഷുറൻസ് പുതിയത് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം നമുക്ക്. ഇൻഷുറൻസ് പുതിയത് ഒരു 1 ഇയർ ഒരു പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ കിട്ടൂല, കിട്ടും, എല്ലാം കിട്ടും. ഓക്കെ. അപ്പോൾ വാറണ്ടി ഉള്ള വണ്ടിയാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. ഓക്കെ. ഇപ്പോൾ സർവീസ് കഴിഞ്ഞേ ഉള്ളൂ. ഇനി നിങ്ങളൊരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി. മാത്രമല്ല വാറണ്ടിയിലാണ്. വണ്ടിക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അങ്ങനത്തെ എന്തെങ്കിലും പണി വന്നാലും ഒന്നും പേടിക്കേണ്ട. ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകില്ല. നൈറ്റ് എഡിഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? 2022. ഓക്കെ. അപ്പോൾ ഡീസലിനെ വെച്ച് വലിയൊരു കിലോമീറ്റർ ഓടിയില്ല അല്ലേ? ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് 18-20. 18,20,000. 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് നൈറ്റ് എഡിഷൻ ഏറ്റവും ടോപ്പ് ആൻഡ് ക്രെറ്റയാണ്. 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്. ഓക്കെ. നമുക്ക് ലോൺ ഒരു 17.5 വരെ കിട്ടും. ഒരു 16 എന്തായാലും കിട്ടും. 16-17 കിട്ടും. ഓക്കെ. കുറച്ച് പറയുന്നതാണ് അല്ലേ? ഓക്കെ. മാക്സിമം നോക്കാം. അവർ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല. അതെ. എന്തായാലും നിങ്ങളെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലോട്ട് അല്ലേ? അടുത്തതാ ഒരു SUV ടാറ്റ ഹാരിയർ. ഒരു മണിമുത്ത് വണ്ടി അല്ലേ? നല്ല ഫിനിഷിങ്ങുള്ളൊരു വണ്ടിയാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് കളർ. KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2021 മോഡലാണ്. ഡീസൽ മാനുവൽ. ഓക്കെ. XT വേരിയന്റ്. XT മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. പുഷ് ബട്ടൺ വരുന്നുണ്ടോ? XT വരുന്നുണ്ട് അല്ലേ? അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും അലോയ്സും എല്ലാം ഉണ്ടാവും. ഓക്കെ. ടോപ്പിലേക്ക് പോകുമ്പോൾ എയർ ബാഗിൻ്റെ എണ്ണം കൂടും. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് അഡീഷണൽ ഉണ്ടാവും അല്ലേ? സൺറൂഫ് വരുന്നില്ല. ഓക്കെ. ക്ലെയിമും ഒന്നുമില്ല, 0 ക്ലെയിമാണ്. ഓക്കെ. ഓട്ടോ എത്ര പോയി? 37,000 അല്ലേ? 21 ഡീസലാണ്. വലിയ ഓട്ടോ കൂടുതലൊന്നുമില്ല. പിന്നെ മൈലേജ് ലോങ് ഒരു 15 ഒക്കെ കിട്ടും. ഇതിൽ ലോങ്ങിൽ കിട്ടും 14-15 അല്ലേ? സിറ്റിയിലാകുമ്പോൾ കുറയും.
സിറ്റിംഗിൽ 12 വരെയൊക്കെ എന്തായാലും കിട്ടും അല്ലേ? 12 വരെയൊക്കെ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് 12,65,000 രൂപ. 1265 2021 മോഡൽ XT മാനുവൽ ഹാരിയർ ഡീസലാണ്. ഓടിയത് 35,000 കിലോമീറ്ററും ഒരു ക്ലെയിമും 37 ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി, ഫുൾ സർവീസ് ഉണ്ട്. ഇതിൻ്റെ വാറണ്ടി ഇപ്പോൾ നിലവിലില്ലല്ലോ? നിലവിൽ വാറണ്ടി ഇല്ല, കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പോൾ ലോണൊരു 11 വരെ കിട്ടുമോ? 11 എന്തായാലും കിട്ടുമല്ലോ. എന്തായാലും കിട്ടും. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട് നമ്മൾ കിയേൻ്റെ ഒരു ചാകര പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിയ നമ്മൾ തുടങ്ങി അല്ലേ? ഓക്കെ. ആദ്യ വാഹനം KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷനുള്ളൊരു സെൽട്ടോസ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. പെട്രോൾ മാനുവൽ HTK മിഡിൽ ഓപ്ഷനായിട്ട് വരുന്ന വാഹനമാണ്. അലൗസ് ഒന്നും വരില്ലല്ലോ? ഇല്ല, അലൗസ് കാര്യങ്ങളൊന്നുമില്ല. ബാക്കി എല്ലാം ഉണ്ട്. ഓക്കെ. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പെട്രോളിൽ ഒരു 13-15 റേഞ്ച് ലോങ് മൈലേജ് കിട്ടും. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് അല്ലേ? ഫുൾ കമ്പനി സർവീസാണ്. ഓക്കെ. പിന്നെ 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 20 മോഡൽ അല്ല? 36,000. ഓക്കെ. അതും ലോ കിലോമീറ്റർ തന്നെയാണ്. ലോ കിലോമീറ്റർ വണ്ടി. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 9,90,000. 9,90,000 രൂപയ്ക്ക് ഒരു കിയ സെൽട്ടോസ് 2020 മോഡൽ പെട്രോൾ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഒരു 8 ലക്ഷം വരെ ലോണും കിട്ടും. ഓക്കെ. ഇതാ ഒരു MG ഹെക്ടർ KL 84 കൊണ്ടോട്ട് രജിസ്ട്രേഷൻ വാഹനം, ഡ്യുവൽ ടോൺ വണ്ടിയാണല്ലേ? KL 84 അല്ല, KL 04. ഓക്കെ. ഞാൻ പെട്ടെന്ന് 0ൻ്റെ നടുവിൽ ഒരു വരയുണ്ട്. 84 ദിവസം. ഓക്കെ. ആലപ്പുഴ അല്ലേ? ആലപ്പുഴ. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 മോഡല്, സിംഗിൾ ഓണർ. ഓക്കെ. 52,000 കിലോമീറ്റർ, പെട്രോൾ ഓട്ടോമാറ്റിക്, ഷാർപ്പ്. വാറണ്ടി എല്ലാം കഴിഞ്ഞല്ലോ? അല്ല, വാറണ്ടി ഉണ്ട്, ഇനിയും ഉണ്ട്. ഏകദേശം ഒരു 7 മാസത്തോളം വാറണ്ടി ഇനിയും ഉണ്ട് വണ്ടിക്ക്. ഇനിയുണ്ട്? അത് എക്സ്റ്റെൻഡ് ചെയ്ത വാറണ്ടിയാണ്. അല്ല, ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇനി വേണം, കറക്റ്റ് സർവീസ് ആണ്, ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അതും ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓട്ടോ എത്ര പോയി? 54,000 കിലോമീറ്റർ. 20 മോഡൽ. വലിയോട്ടം പോയിട്ടില്ല. കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഷാർപ്പ് അല്ലേ? ടോപ്പൻ്റെ ഓട്ടോമാറ്റിക്. നല്ല മൂവിംഗ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് ഇപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഇതെന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് 12,20,000. ഷാർപ്പ് DCT ഓട്ടോമാറ്റിക് 12,20,000 രൂപയ്ക്ക് ഈ MG ഹെക്ടർ നിങ്ങൾക്ക് കൊണ്ടുപോകും. 2020 മോഡൽ വണ്ടിയാണ്. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു 10 ലക്ഷം എന്തായാലും കിട്ടില്ല. 10-11 വരെ കിട്ടും. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കൂടുതൽ കിട്ടും. ഓക്കെ. അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു SUV സെഗ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. അടുത്ത വണ്ടി ഹ്യുണ്ടായി വെന്യൂ ആണ് അടുത്ത വാഹനം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2020 മോഡലാണ്. സിംഗിൾ ഓണർ. ഓക്കെ. 1.0 ടർബോ പെട്രോൾ മാനുവൽ. ഓക്കെ. 1 ലിറ്റർ ടർബോ പെട്രോൾ മാനുവൽ വാഹനമാണ്. മൈലേജ് ഒരു 1 ലിറ്റർ ആയതുകൊണ്ട് ഒരു 15 റേഞ്ചൊക്കെ എന്തായാലും കിട്ടും അല്ലേ? എന്തായാലും 15 റേഞ്ചിൽ കിട്ടും. ഓക്കെ. 0 ക്ലെയിം ആണോ? 0 ക്ലെയിം ആണ്. ഓക്കെ. സർവീസ് എല്ലാം പ്രോപ്പറാ? സർവീസ് കറക്റ്റ് ഷോറൂം സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. വേറൊരു വർക്കില്ല അല്ലേ? ഇല്ലല്ലോ, വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. നിലവിൽ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ തന്നെ എല്ലാ ഷോറൂംസും ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് തീർച്ചയായും ചെക്ക് ചെയ്യാമല്ലേ? അടുത്തടുത്ത് തന്നെ എല്ലാ ഷോറൂമും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഉണ്ട്. അല്ല, അതെ, എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്താൽ നമുക്കും അത്ര സുഖമായി. അത്രേ ഉള്ളൂ. ഓക്കെ. 2 ചെക്കിങ് കഴിയല്ലോ. ഒന്ന് ഇവരുടെ സൈഡിൽ നിന്ന് കഴിയും, ഒന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് കഴിയും. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 7 ലക്ഷം. 7 ലക്ഷം. 2020 പെട്രോൾ ടർബോ മാനുവൽ 46,000 കിലോമീറ്റർ. 46,000 രൂപ ഉണ്ട് അല്ലേ? 7 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. നോർമൽ ഓട്ടമാണ്. ആ വർഷം സംബന്ധിച്ചുള്ള നോർമൽ ഓട്ടമാണ്. ഓക്കെ. എല്ലാ വണ്ടികളും ആസ്കിങ് ആണ്. നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞ മാക്സിമം കുറച്ച് പറയുന്നില്ല. മാക്സിമം ചെയ്തു കൊടുക്കല്ലോ. ഒരു കസ്റ്റമർ നമ്മൾ ഇവിടെ വന്ന് പോവാതിരിക്കാൻ നമ്മൾ നോക്കലുണ്ട്. വണ്ടീൻ്റെ ഒരു കംപ്ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കുക. ഒരു കസ്റ്റമർ വരുമ്പോൾ മാക്സിമം ഒഴിവാക്കാതെ നോക്കലുണ്ട്. ഓക്കെ. അതേപോലെ ചെയ്തു കൊടുക്കുക എല്ലാ വണ്ടികളും. ഇവിടെ എല്ലാ വണ്ടികളും. SS വണ്ടി എടുത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ? ഇത് SS ഇവിടുന്ന് വണ്ടി എടുത്ത ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുമല്ലോ. അങ്ങനെ അല്ല, അപ്പൊ അവരുടെ ഒരു ഫീഡ്ബാക്ക് കൂടി അറിയിക്കാം. അടിപൊളിയായിട്ടുള്ള ഫീഡ്ബാക്ക്. ഒന്നാമത് പേടിച്ചിട്ടാ ചെയ്യണേ.
അങ്ങനെ ഈ ഒരു ഇതിലൊന്നും വന്നിട്ട് വലിയ പരിചയമില്ല, അപ്പൊ പിന്നെ ഇല്ല അത് കുഴപ്പമില്ല. നമ്മളിപ്പോ തന്നെ 3-4 വീഡിയോ ചെയ്തല്ലോ, കുഴപ്പമില്ല. ഓക്കെ, ലോൺ ഒരു 6 ലക്ഷം കിട്ടുമോ? കിട്ടുന്നു. നല്ല മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു സോണറ്റ് ഡീസലാണ്, KL82 രജിസ്ട്രേഷൻ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്, HTX+ ഡീസൽ മാനുവൽ. ഏറ്റവും ടോപ്പ് GT അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ആകെ വ്യത്യാസം ഉണ്ടാവും, സീറ്റ് വെന്റിലേഷൻ കുറവുണ്ടാവും അല്ലേ? അതെ, അതായിട്ട് വ്യത്യാസം ഉള്ളൂ തോന്നുന്നു. കാര്യം സൺറൂഫ് കാര്യങ്ങൾ, അലവിൽ കാര്യങ്ങളൊക്കെ വരും, എല്ലാം വരും, പുഷ് ബട്ടൺ അങ്ങനത്തെ എല്ലാം വരും. ഡീസൽ ഓട്ടോമാറ്റിക് പറഞ്ഞ ഡീസൽ മാനുവൽ. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഉള്ളൂ അല്ല? പെട്രോൾ, ഡീസൽ, ഇതിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഡീസലുണ്ട്. ഡീസലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടൂലേ? സുഖമായിട്ട് കിട്ടൂല? 17 റേഞ്ചിൽ എന്തായാലും കിട്ടും. 17-18 കിട്ടും. ഒരു ക്ലെയിമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 56,000 കിലോമീറ്റർ. 56,000. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് 10-30. 10,30,000 രൂപയ്ക്ക് 2021 ഡീസൽ മാനുവൽ കിയ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. HTX+ ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഒരു 9 lakhs അറൗണ്ട് ലോൺ കിട്ടും. അടുത്തത് ബ്രസ KL52 അല്ലേ? എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്, പെട്രോൾ മാനുവൽ. ഓക്കെ, LXI ഓപ്ഷനിൽ വരുന്ന വണ്ടി. ഓപ്ഷനിലേക്ക് വരുമ്പോൾ എന്താ മാറ്റം ഉണ്ടാവുക? പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം കയറ്റിട്ടുണ്ട്. പിന്നെ DRLും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പ്രൊജക്ട് ഹെഡ് ലാമ്പാണ് വരിക അല്ലേ? ഓക്കെ, ഫോഗും കാര്യമൊന്നുമില്ല, ഫോഗ് ലാമ്പൊന്നുമില്ല. ഓട്ടോ എത്ര? 63,000 കിലോമീറ്റർ. പെട്രോളാണ് മാനുവൽ. പെട്രോൾ മാനുവലാണ്. ഒരു 12 to 15 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, സീറോ ക്ലെയിം ആണോ? സീറോ ക്ലെയിം ആണ്. ഓക്കെ, ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാറിയിട്ടൊന്നുമില്ലല്ലോ? മേജർ ആക്സിഡന്റോ ഗ്ലാസോ ബോണ്ടോ അങ്ങനത്തെ ഒന്നും മാറിയിട്ടില്ല. ഒന്നുമില്ല. അതൊന്നും ഇവിടെയുള്ള മാക്സിമം വണ്ടികൾക്ക് ഇല്ല. മാക്സിമം ചെറിയ ചെറിയ ക്ലെയിം എന്നല്ലാതെ വലിയ ക്ലെയിം എന്തായാലും ചോദിക്കണം. കാരണം എന്ന് വെച്ചാൽ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരാം, ചിലപ്പോൾ വിളിച്ചു നോക്കാണ്ട് വരും. അപ്പൊ എന്ന് വെച്ചാൽ ക്ലെയിം ഉണ്ടെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട്. മാക്സിമം ഉള്ളു പറഞ്ഞിട്ട് തന്നെ കച്ചവടം ചെയ്യും. അത് മാക്സിമം എന്തൊക്കെയാണോ കംപ്ലൈന്റ് ഉള്ളത് അത് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമുക്കൊരു സുഖമാണ് കച്ചവടം ചെയ്ത് കഴിഞ്ഞാലും. തീർച്ചയായും അത് വെറുതെ നമ്മളൊരു പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ചിലപ്പോൾ അവരതിൽ വിന്നിങ് ആണ്. ചിലപ്പോൾ ഒരു ഡോർ റീപ്ലേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ക്ലെയിം ഉണ്ടെങ്കിൽ അത് അവർ പറഞ്ഞാൽ അവരും അക്സെപ്റ്റ് ചെയ്ത് നമ്മളത് പറയാതെ കൊടുത്തു. ഞാനിത് എടുത്ത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ വീഡിയോ കണ്ടിട്ട് വിളിക്കാതെ ഡയറക്റ്റ് വരും ആൾക്കാർ, അപ്പൊ അവർക്ക് പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ ഇത് കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തതൊന്നുമില്ല. സർവീസ് ഉള്ള വണ്ടിയാണ് ഫുള്ള്. മാക്സിമം ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും കമ്പനി സർവീസുള്ള വണ്ടി. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് 670. 6,70,000 2021 മോഡൽ ബ്രസയാണ്, LXI ഓപ്ഷനിൽ. ഓക്കെ, 6 lakh ലോൺ ചാൻസ് ഉണ്ടോ? 6-5 കിട്ടാൻ സാധ്യത. ഓക്കെ, അടുത്ത സെൽട്ടോസ് KL2 കൊല്ലം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതേത് ഓപ്ഷൻ വരുന്നത്? ഇത് HTX പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ, ടോപ്പിൻ്റെ താഴേക്ക് താഴെ. പക്ഷേ പുഷ് ബട്ടണും സൺറൂഫും അലോയ്സും എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? ഏതാ മോഡല്? 2021 മോഡല്, പെട്രോൾ മാനുവൽ. ഓക്കെ, 53,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് അല്ലേ? ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒരു 42 റുപ്യൻ്റെ ക്ലെയിമാണ്, ഷോറൂമിൽ തന്നെയാണ്. എന്താ സംഭവം? പിന്നെ ഒരു ഹെഡ്ലൈറ്റും ബമ്പറും. ബമ്പർ മാറിയതാ? മാറിയിട്ടുണ്ട്, ചെറിയ സ്ക്രാച്ച് ആണ്. ഹെഡ്ലൈറ്റ് ഒരു ബൈക്കൊന്നും തട്ടിയതാണ്. അതിൻ്റെ ഫോട്ടോസിൻ്റെ അടുത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടുള്ളതാണ്. ഓക്കെ, എന്നാലും ഹിസ്റ്ററിയിൽ തന്നെ കമ്പനിയിൽ തന്നെ മാറിയ വാഹനമാണ്. 2021 മോഡൽ, 53,000 കിലോമീറ്റർ, പെട്രോൾ മാനുവൽ സെൽട്ടോസ്. HTX ആണ് ഓപ്ഷൻ വരുന്നത്. മൈലേജ് 12-16 റേഞ്ചിൽ തന്നെ കിട്ടും. പിന്നെ 4 ടയർ പുതിയതാണ് കേട്ടോ, ജാക്കിൻ്റെ 4 ടയർ. ആകെ ഒരു 200 കിലോമീറ്ററിന്റെ അടുത്ത് ഓടിക്കുള്ളൂ വണ്ടി. ജാക്കിന്റെ പുതിയ ടയർ, 4 ടയർ പുതിയതാണ്. ഒന്നും ചെയ്യാനില്ല. മഴക്കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ടയറും ബ്രേക്കും അല്ലേ? ഓക്കെ, സർവീസ് ഒക്കെ കറക്റ്റാ? ഫുൾ കറക്റ്റ് ഷോറൂം സർവീസ്. ഇതിൽ നമ്മളിലുള്ള എല്ലാ വണ്ടികളും ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇല്ലല്ലോ? വാറണ്ടി നിലവിൽ ഇല്ല, കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 10,90. 10,90,000 രൂപ. ഓക്കെ, ആസ്കിംഗ് ആണ്, കുറച്ച് കൊടുക്കാം. ഓക്കെ, എല്ലാ വണ്ടി ആസ്കിംഗ് ആണ്, കുറച്ച് കൊടുക്കാം. ഒരു 9,000 ആ ലെവലിൽ ലോൺ കിട്ടും? അതിന്റെ മേലെ കിട്ടും അല്ലേ? സ്വിഫ്റ്റ് ഡിസയർ ആണ് അടുത്ത വാഹനം. KL54 രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ VXI പെട്രോൾ മാനുവൽ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 22 മോഡലാണ്. ഓട്ടം 59,000 കിലോമീറ്റർ. 59,000 ഓടിയുണ്ട്. സർവീസ് പ്രോപ്പർ കറക്റ്റ് ഷോറൂം സർവീസ് ഉണ്ട്. അണ്ടർ ദ വാറണ്ടിയാണ് വണ്ടി ഉള്ളത്.
ഓക്കെ അണ്ടർ വാറണ്ടിയില്ല. അതെ അതെ. ഓക്കെ 8-ാം മാസം വരെ അല്ല? 8 8-ാം മാസം. 8-ാം മാസം വരെ 23 രജിസ്ട്രേഷൻ ഉണ്ട്. 23 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 26 8-ാം മാസം വരെ വാറണ്ടിയിൽ വരുന്ന മാത്രമാണ്. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 640. 640 22 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്ന കമ്പനി വാറണ്ടി നിൽക്കുന്ന VXi മാനുവൽ സ്വിഫ്റ്റ് ഡിസയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 6 ലക്ഷത്തിന് അടുപ്പിച്ച് ലോൺ കിട്ടും. അടുത്തത് സോണറ്റ് വന്നു. KL 49 രജിസ്ട്രേഷൻ GT ലൈനാണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. സീറ്റിൽ ഇങ്ങനെ AC ഒക്കെ കൊണ്ടിരുന്നു പോകും അല്ലേ? സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരും. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വന്ന വണ്ടി. ഓക്കെ, GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓക്കെ, എന്താ പറയുക, മൈലേജ് ഉണ്ടാവും, ഓടിക്കാനും സുഖമായിരിക്കും അല്ലേ? എല്ലാം കൊണ്ടും ഒരു 17 പാണ്ടിട്ട് എന്തായാലും കിട്ടുമല്ലോ മൈലേജ്? കിട്ടും. 16 പാണ്ടിട്ട് അല്ലേ? ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ട്. ഏത് ഡോറാ? ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് ബാക്കാ? അതെ അതെ. ഓക്കെ, ബാക്കാണ്. അത് ഒരു അവരെ കയറുന്ന അവിടെ ഒരു ഗേറ്റിന് തട്ടി കണ്ട് റീപ്ലേസ് ആണ്, അങ്ങനെ ആയിപ്പോയതാണ്. ഷോറൂമിൽ തന്നെയാണ് ചേഞ്ച് ചെയ്തത്. ഞാൻ ഹിസ്റ്ററി എടുത്തതാണ്. ഓക്കെ, ഇതിപ്പോൾ വാറണ്ടി എക്സ്റ്റൻഡ് അല്ല എക്സ്റ്റൻഡ് വാറണ്ടി അങ്ങനെ വാറണ്ടി ഒന്നും കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. പിന്നെ 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 54,000 2020 GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് സോണറ്റ് ആണ്. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. എത്രയാണ്? 11,20. 11,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ചോദ്യം അല്ലേ? ഓക്കെ, ലോണിൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 ലക്ഷം എന്തായാലും കിട്ടും. 10 to 10.5 1 അതിൻ്റെ ഉള്ളിൽ കണ്ടോ? അടുത്ത MG ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ 4222 അല്ലേ? അതെ. ഓക്കെ, ഒരു ചെറിയ ഫാൻസി നമ്പറാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. ഷാർപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക്. സെയിം സാധനം അല്ലേ? നേരത്തെ കണ്ടാല്. ഓക്കെ, 2019. ഓട്ടോ എത്ര പോയി? 52,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ഫുൾ സർവീസ് ഹിസ്റ്ററി. ഷോറൂം സർവീസാണ്. ഞാനിപ്പോൾ സർവീസ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇനി ഒരു 10,000 കിലോമീറ്റർ ഓടിയിട്ട് സർവീസ് ചെയ്താൽ മതി. ഓൾമോസ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്തതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ 2 ഉണ്ട്. നേരത്തെ റെഡ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോൾ ഫുൾ ബ്ലാക്ക് അല്ലേ? അതെ, ഫുൾ ബ്ലാക്ക്. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്കൊരു 11,90 കൊടുക്കാം. 11,90. ഷാർപ്പ് ഓട്ടോമാറ്റിക് 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഇതിൽ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? എന്തായാലും 10 lakh അറൗണ്ട് ഏകദേശം കിട്ടും അല്ലേ? എൻ്റെ മുകളിൽ കിട്ടും. ഇതിന് വാറണ്ടി എക്സ്റ്റൻഡ് ഇതിന് വാറണ്ടി കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. റെഡിന് വാറണ്ടി കാര്യമുണ്ട്. അതാ ചോദിച്ചേ. ഓക്കെ, അടുത്തത് ഒരു സ്റ്റൈലിഷ് ബ്ലാക്ക് സെഡാൻ കാറ്റഗറി KL 48 രജിസ്ട്രേഷൻ വരുന്ന ഹ്യുണ്ടൈ വെർണ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. SX പെട്രോൾ ഓട്ടോമാറ്റിക്. SX പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ടോപ്പിൻ്റെ നേരെ താഴെ. ഓക്കെ, ഇതിൻ്റെ മേലെ SS ഓപ്ഷനില്ല. ഓക്കെ, എയർ ബാഗിൽ കുറവുണ്ടാവും, അതേ വ്യത്യാസമുള്ളൂ. ബാക്കി ഇതിൽ എല്ലാം വരും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ, ഒരു സ്റ്റൈലിഷ് വണ്ടി. അതേപോലെ തന്നെ പവർഫുൾ പെട്രോൾ ഓട്ടോമാറ്റിക് 1.6 ആണ്. അതെ, മൈലേജ് കുറവായിരിക്കും. പക്ഷേ ആവറേജ് ഇപ്പോൾ അതിലൊരു 13-12 കാണിക്കുന്നുണ്ട് അല്ലേ? ഞാനിത് കൊണ്ടുവരുമ്പോൾ ചെക്ക് ചെയ്തതാണ്. അതിൽ ആവറേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോണ വണ്ടിയാണ്. അങ്ങനെ ഇതെത്ര ഓട്ടം പോയത്? ഇത് 62,000 കിലോമീറ്റർ ഓടി. ഇപ്പോൾ വാറണ്ടി ഒന്നുമില്ലല്ലോ? വാറണ്ടി ഇല്ല, പക്ഷേ 60,000 കിലോമീറ്റർ സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞേക്കാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 9,70. 9,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് വെർണ കൊണ്ടുപോകാം. ലോണ് എത്ര ചാൻസ് ഉണ്ട്? എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും ഒരു 850 അടുത്ത് ലോണും കിട്ടില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റ് എത്തി. ഡാറ്റ്സൺ റെഡിഗോ ആണ്. KL 10 രജിസ്ട്രേഷൻ. ഇത് കാണുമ്പോൾ ഒരു വലിയ വണ്ടി ലുക്കാണ് തോന്നുന്നു. ഫ്രണ്ടിലെ വലിയ ഗ്രില്ലൊക്കെ ആയിട്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. പെട്രോൾ മാനുവൽ T എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് 16,000 കിലോമീറ്റർ. ഫുൾ ഷോറൂം സർവീസുള്ള വണ്ടി. ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഏതാ, 1 ലിറ്റർ ആണോ 800 ആണോ? 800 cc ആണ് വരുന്നത്. ഓക്കെ, മൈലേജും ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജും കിട്ടും. അപ്പോൾ നല്ലൊരു അടിപൊളി വണ്ടി. ഡാറ്റ്സൺ, നിസാൻ ഇതൊക്കെ സർവീസ് സെൻറ്റർ സെയിം ആണ്. ഓക്കെ, ഇതെത്രക്കാ നമ്മളിപ്പോൾ കൊടുക്കുന്നത്? 275 വെറും 16,000 കിലോമീറ്റർ ഓടിയ 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് T ഓപ്ഷൻ റെഡിഗോ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ കിട്ടില്ല. 470 അടുത്ത് ഫ്രഷ് വില. അതെ, ഫുൾ ഓൺ ചാൻസ് ഉണ്ട് അല്ലേ?
ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട് വെന്യൂ KL 29 കായംകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. ഓക്കെ, പിന്നെ പെട്രോൾ മാനുവൽ 1 ലിറ്റർ 1 ലിറ്ററിൽ എസ് വേരിയന്റ്. എസ് ടർബോ അല്ല, നോൺ ടർബോ. നോർമൽ. ഓക്കെ, എസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഫസ്റ്റ് കാണിച്ചത് ടർബോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് അതാണ് ചോദിച്ചത്. ഓക്കെ, 1 ലിറ്റർ ആണ്. അപ്പോൾ ടർബോ അല്ല, കുറച്ചും കൂടെ മൈലേജ് കിട്ടും അല്ലേ? ഒരു കിലോമീറ്ററിലും വ്യത്യാസം ഉണ്ടാവും അല്ലേ? കൂടില്ല എന്തായാലും. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റാണ്. ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു നോൺ ടർബോ എസ് ഓപ്ഷൻ 2020 വെന്യൂ ആണിത്. 14,000 മാത്രം ഓടിയ. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിന് 6,90,000. 6,90,000. വളരെ ലോ കിലോമീറ്റർ ആണ്. തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ലോൺ എത്ര കയറും? ലോൺ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 വരെ എന്തായാലും കിട്ടും. ഓക്കെ, നിലവിൽ വാറണ്ടി ഇല്ലല്ലോ? നിലവിൽ വാറണ്ടി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലുണ്ട്. വീണ്ടും ഹ്യുണ്ടൈ വെന്യൂ, പക്ഷേ ഇത് കുറച്ചും കൂടി പവർഫുൾ സാധനമാണ്. എൻലൈനാണ്. KL 85 രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡലാണ്. എൻലൈൻ സിംഗിൾ ഓണർ. ഓക്കെ, 4,900 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,900, വെറും 4,900 ഓടിയിട്ടുള്ളൂ. 5,000 കിലോമീറ്ററിൻ്റെ അടുത്ത്. 26 എത്ര മാസം വരെ? 12-ാം മാസം വരെ. ലാസ്റ്റ് 26 12-ാം മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ചെറിയ കിലോമീറ്ററും. അപ്പോൾ ഒരു പുതിയ വണ്ടി നിങ്ങൾ നോക്കി പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഓൺ റോഡ് ഇപ്പോൾ പുതിയ വണ്ടിക്ക് 16,80 അടുത്ത് വില വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? ഇത് 12,60 കൊടുക്കാം. 12,60. അപ്പോൾ നിങ്ങൾ പുതിയ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നോളൂ. കാരണം വെച്ചാൽ വാറണ്ടി എല്ലാം ലഭിക്കുന്ന വണ്ടിയാണ്. ചെറിയ കിലോമീറ്റർ 4,900 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒരു ക്ലെയിമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, 0 ക്ലെയിമാണ്. ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? ഏകദേശം ഫുള്ള് കയറില്ല. ഏകദേശം 5 ലാഖിൻ്റെ അടുത്ത് ഡിഫറൻസ് വരുന്നില്ല. അഡീഷണൽ സൈലൻസറൊക്കെ വേറെ തന്നെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 60,000 രൂപ എക്സ്ട്രാ കൊടുക്കും. നല്ല അടിപൊളി വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു 7 സീറ്ററിൽ നിർത്താം അല്ലേ? മറാസോ ആണ്, മഹീന്ദ്ര മറാസോ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. M2 ആണ്. ഡീസൽ മാനുവൽ. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. പിന്നെ 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. എത്ര വരെ കിട്ടും? എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും ഒരു 15 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 7 സീറ്ററിൽ. 7 സീറ്റർ ആണ്. നല്ല കംഫർട്ടാണ് വണ്ടി. അതെ, അത്യാവശ്യം പവറുണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? ഞാൻ ഈ വണ്ടിയിട്ട് ഹൈദരാബാദ് പോയിട്ടുണ്ട്. നല്ല കംഫർട്ടാണ്. നല്ല പൊതുവെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പക്ഷെ എനിക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു. നിങ്ങൾ ഇന്നോവയിലേക്ക് പോകുമ്പോൾ റേറ്റ് മാറും. അല്ല, റേറ്റ് മാറും. അത് ശരിയാ. അപ്പോൾ ആ റേറ്റിനനുസരിച്ചുള്ള കംഫർട്ട് എന്തായാലും ഉണ്ടാവും അല്ലേ? ആ ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് എന്താ പറയുക, ഒരു 7 സീറ്റർ വണ്ടി ആ ഒരു പ്രൈസിന് കിട്ടും. അതാണ് അങ്ങനെ നോക്കണം. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 7,400. ഓട്ടോ എത്ര പറഞ്ഞത്? 49,000. 49 അല്ലേ? സിംഗിൾ ഓണർ നോർമൽ ഓട്ടാണ്. ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, 7,25,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു 7 സീറ്റർ കൊണ്ടുപോകാം. M2 ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. ഇതിൽ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഫുൾ ലോൺ കിട്ടില്ല. ഫുൾ ലോൺ കിട്ടും. 7,400. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.